you all in the matchless name of our Lord and Savior Jesus Christ. Shall we turn quickly to Acts chapter 2? Praise the Lord. From verses 1 till verse 4. Acts chapter 2. അപ്പോസ്തലർ രണ്ടാം അധികാരം, അപ്പോസ്തലർ രണ്ടാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് 4-ാമത്തെ വാക്യം വരെ. തമിഴിലും 4-ാമത്തെ വാക്യം വായിക്കാം. One person in English for me. And they were all filled with the Holy Ghost and began to speak with other tongues as the Spirit gave them utterance. Yeah. മലയാളത്തിൽ വായിച്ചേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുമേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. Praise God. A fourth verse in Tamil, please. Tamil. Praise the Lord. Shall we pray? Our Father in heaven, we come to you in Jesus' precious name. Into your hands we commit the word of God. Every saints of God, those who are here face to face and those who are watching live, may the spirit of the unction of the Spirit of God move mightily. Amen. Praise God. And the Spirit of the Lord, amen. Praise God. Speak to every one of our hearts. Amen. Ministering through your word, that the word of God will fall on good ground of our hearts, yielding not 30 or 60, but only 100-fold, Lord. To you be all glory. In Jesus' mighty name we pray. Amen. Praise God. പരിശുദ്ധ ആത്മാവ്, ആമേൻ. Praise God. Hallelujah. പെന്തക്കോസ്ത് നാൾ അന്ന് മാത്രമല്ല, എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ നിമിഷവും, എല്ലാ ഹല്ലേലൂയ സെക്കൻഡും പരിശുദ്ധ ആത്മാവ് നമ്മുടെ മധ്യേ വരാൻ ആഗ്രഹിക്കുന്നു. ദാഹിക്കുന്നവർ ഏവനും പ്രാപിക്കുന്നു. ഹല്ലേലൂയ. Praise the Lord. Hallelujah. അവർ എല്ലാവരും ഒരേ സ്ഥലത്തായിരുന്നു. അവർ എല്ലാവരും ഒരേ മനസ്സോടെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ സ്ഥലത്തായിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരിമാർ എല്ലാവരും ഒരേ മനസ്സായിരിക്കണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. Please be with one mind in this presence of God, because the Holy Spirit is yet to do something mighty in our midst this evening. Hallelujah. And request the saints of God to be in one mind. One mind is just giving room for Holy Spirit to move in our midst like never before. Praise be to God's holy name. പരിശുദ്ധ ആത്മാവ് അവരെ ഉച്ചരിക്കുന്ന ഭാഷയിൽ അവർ സംസാരിക്കുവാൻ തുടങ്ങി. Hallelujah. Praise God. Tamil translation says, Hallelujah. പരിശുദ്ധാവിയർ തന്റെ വരത്തിൻപടി. Praise God. The English translation says the Holy Spirit gave them utterance to speak. Hallelujah. പരിശുദ്ധ ആത്മാവ് ഉച്ചരിക്കുന്നവനാ. നമ്മുടെ ഉള്ളിൽ വന്ന് ഹല്ലേലൂയ ഉച്ചരിക്കുന്ന പരിശുദ്ധ ആത്മാവ്. Praise God. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നവർ, അധരങ്ങൾ തുറന്ന് സ്തോത്രിക്കുന്നവർ, ഹല്ലേലൂയ അവരുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുക, ഹല്ലേലൂയ തുടങ്ങുകയാണ്. Praise God. ഹല്ലേലൂയ. അവർ സംസാരിക്കുക മാത്രമല്ല, അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നടക്കുകയും ഹല്ലേലൂയ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അവർ അന്യഭാഷയിൽ മാത്രം സംസാരിക്കുന്നവരല്ല, അവർ അനുഭവവും ഉള്ളവരാണ്. അവർ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. അവർ ആത്മാവ് കൊണ്ട് നടക്കുന്നു, ആത്മാവിനാൽ സംസാരിക്കുന്നു, ആത്മാവിന്റെ സഹായത്തോട് കേൾക്കുന്നു, ആത്മാവിന്റെ സഹായത്തോട് ചിന്തിക്കുന്നു. അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും എന്ന് പറഞ്ഞവൻ വന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പരിശുദ്ധ പെന്തക്കോസ്ത് അനുഭവമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? Hallelujah. How many of you have the experience of the Pentecost? Praise God. Hallelujah. ഒരു ഹല്ലേലൂയ പറയാമോ? Praise the Lord. Hallelujah. Hallelujah. സത്തം പോരാ. Praise the Lord. Hallelujah. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ ഈ ഇടം, ഈ സ്ഥലം ഹല്ലേലൂയ ഹല്ലേലൂയ Praise God കുലുങ്ങും. സത്തം ഉയർത്തി പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചവർ സത്തം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികൾ അറിയപ്പെടുന്നത് പെന്തക്കോസ്ത് അനുഭവത്തിലാണ്. പെന്തക്കോസ്ത് അനുഭവമുള്ളവർ അറിയപ്പെടുന്നത് അവർ ശബ്ദം വെച്ച് ഹല്ലേലൂയ പറയുന്നതാണ്. നമ്മളെ അവർ വിളിക്കുന്ന ഹല്ലേലൂയ കൂട്ടരെന്നാണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവസാന കടേസി റോളിരിക്കുന്നവർ അവർ പറയുന്ന ശബ്ദത്തിന് ഹല്ലേലൂയ സൗണ്ട് ഒച്ച കൂടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
Praise the Lord. പെന്തകോസ്ത് അനുഭവം പ്രാപിച്ചവർ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. അവർ ഏത് സാഹചര്യത്തിലും കർത്താവിനെ സ്തുതിക്കും. അവർ സംഗീതക്കാരനോട് ചേർന്ന് പറയും, യഹോവ എന്നെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ കൂടെ ഉള്ളവർ എത്ര പേർ പ്രൈസ് ഗോഡ് പ്രാർത്ഥിച്ചാകട്ടെ. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് ഉച്ചരിക്കുന്നത് പോലെ എല്ലാവരും സംസാരിക്കാൻ പോകുന്നു. As the Spirit of the Lord gives them utterance, they are going to sing, they are going to praise, they are going to worship, they are going to preach, they are going to testify, they are going to work for the Lord. Hallelujah. Hallelujah. Praise the Lord. 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 Hallelujah. Stotram, stotram, stotram. Hallelujah. Oru vaakku. Hallelujah. Praise the Lord. Hallelujah. Amen. Stotram. Hallelujah. Avade oru vaakku undu. Amen. Praise God. അട്ടറൻസ് എന്നുള്ള വാക്കിന് ബൈബിൾ ഒരു വാക്കേ ഉള്ളൂ. ഗ്രീക്ക് ഭാഷയാണ്. ഒരു വാക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബൈബിളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ വാക്ക് അപ്പോവ് താങ്കായ് എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. പരിശുദ്ധ ആത്മാവ് അകത്തിരുന്ന് ഹല്ലേലൂയ ദാഹിക്കുന്നവരുടെ ഉള്ളിലിരുന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് ഹല്ലേലൂയ അരുളി ചെയ്തവൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഉള്ളിലിരുന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ കൂടെ ഹല്ലേലൂയ എത്ര പേർ ഉണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് അരുളി ചെയ്തവൻ ഇന്ന് ദാഹത്തോടെ വന്നിരിക്കുന്നവർ ഹല്ലേലൂയ വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ നദികൾ ഒഴുകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Sotram, 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 sotram. Hallelujah. Amen. Praise God. Hallelujah. In the today, amen. Praise God. Hallelujah. Please turn with me to Ezra chapter 4 verse 7. Hallelujah. Praise God. Ezra 4ാമത്തെ അധ്യായം അതിന്റെ 7ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകാം. Hallelujah. Praise the Lord. Ezra chapter 4 verse 7. Praise the Lord. Hallelujah. English lo vaikamo. Artists. Yeah. Praise the Lord. Hallelujah. Praise the Lord. ആരാധനയ്ക്ക് ബൈബിൾ കൊണ്ടുവന്നിട്ട് എത്ര പേർ ഉണ്ട്? Praise the Lord. സ്തോത്രം. Hallelujah. ബൈബിൾ കൊണ്ടുവരാൻ മറന്നു പോയവരാരെങ്കിലും ഉണ്ടോ? Praise God. Hallelujah. ഇന്ന് ഹല്ലേലൂയ രാവിലെ ആമേ പ്രൈസ് ദി ലോർഡ് ആലിൻ ബ്രദർ എനിക്കൊരു മെസ്സേജ് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് പാസ്റ്റർ അതിൻ്റെ യൂട്യൂബ് അയച്ചു തരാമോ എന്ന് പറഞ്ഞ്. കാരണം അത് മലയാള ഭാഷയാണ്, പക്ഷേ എഴുതിയത് ഇംഗ്ലീഷ് അക്ഷരത്തിലാണ്. കാരണം മലയാള അക്ഷരത്തിൽ എഴുതിയാൽ എനിക്ക് മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ സീരിയൻ ഭാഷയിലാണ് എഴുതിയത്, പക്ഷേ സീരിയൻ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതി. ഞാൻ ചോദിക്കുന്നു പ്രൈസ് ഗോഡ്, സീരിയൻ ഭാഷയിൽ എഴുതിയാൽ പിന്നെ സീരിയൻ ടങ്ങിൽ എന്തിനാ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, തർജ്ജമ ചെയ്യുന്നത് എന്തിനാ? ഹല്ലേലൂയ. അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രൈസ് ഗോഡ് നിങ്ങൾക്കും എനിക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ട്. ആ ഭാഷയിൽ ഒരു അക്ഷരമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വർഗം നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്കാണ് പരിശുദ്ധ ആത്മാവിന്റെ വ്യാപാരം. ഹല്ലേലൂയ. ആ ഭാഷയ്ക്ക് ഒരു അക്ഷരമുണ്ട്. ആ അക്ഷരമാണ് തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ്. പരിശുദ്ധ ആത്മാ മുഖാന്തരം സ്വർഗം നമ്മോട് സംസാരിക്കുമ്പോൾ ആ ഭാഷയ്ക്ക് ഒരു അക്ഷരമുണ്ട്. ആ അക്ഷരമാണ് വിശുദ്ധ ബൈബിൾ. പ്രൈസ് ഗോഡ്. വിശുദ്ധ ബൈബിൾ അല്ലാതെ പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കത്തില്ല. ബൈബിൾ വായിക്കാത്ത ഒരു വ്യക്തി പരിശുദ്ധ ആത്മാവ് എന്നോട് സംസാരിച്ചു എന്ന് പറയുവാൻ കഴിയത്തില്ല, നിങ്ങളോട് സംസാരിക്കത്തുമില്ല. വചനത്തിൽ കൂടെയാണ് പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ആത്മാവിന് ഒരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് ഒരു അക്ഷരമുണ്ട്. ഈ വിശുദ്ധ ബൈബിളെ മാനിക്കുന്നവരെ എന്നെ ഞാൻ മാനിക്കും ഹല്ലേലൂയ എന്ന് പറയുവാൻ ഹല്ലേലൂയ ഇന്ന് എത്ര പേർ ഹല്ലേലൂയ കരമുയർത്തി ബൈബിൾ വിശുദ്ധ ബൈബിളെ സ്വർഗ്ഗത്തിന് നേരെ ഉയർത്തി പറയാൻ
കഴിയും. കർത്താവേ, അങ്ങയുടെ ഭാഷയ്ക്കായി സ്തോത്രം, അങ്ങയുടെ അക്ഷരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ഭാഷയിൽ, ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള അക്ഷരങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Thank you, Jesus. യേശുവിൻ രക്തം ജയം. Hallelujah. Praise God. Hallelujah. 3 കാര്യങ്ങൾ വേഗം ഞാൻ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. First is the movement of the Holy Spirit. പരിശുദ്ധ ആത്മാവിൻ്റെ വ്യാപാരം. Praise God. Hallelujah. ആമേൻ. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. Genesis chapter 1 verses 2. Hallelujah. Praise the Lord. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ ആത്മാവ് എപ്പോഴും മൂവ് ചെയ്യുന്നവനാണ്. അവൻ സ്റ്റാറ്റിക് അല്ല. അവൻ ഹല്ലേലൂയ ഇരിക്കത്തില്ല. അവൻ he will not stay in one place. He will not sit, he will not stand, he will not sleep, but he will be keep moving. സഭ ഹല്ലേലൂയ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പരിശുദ്ധ ആത്മാവിൻ്റെ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മ്യൂസിക്കോ പാട്ടോ അല്ല നമ്മൾ മൂവ് ചെയ്യുന്നത്. നമ്മൾ മൂവ് ചെയ്യുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകമാണ്. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? Praise the Lord. Hallelujah. സഭ hallelujah. Praise the Lord. ഇന്നലെ രാത്രി പരിശുദ്ധ ആത്മാവ് എന്നോട് പറഞ്ഞു, സഭ ഉറങ്ങിപ്പോയി. സഭ hallelujah നാളുകൾ കഴിഞ്ഞു പോയി. ഉണർവിൻ്റെ hallelujah നാളുകളിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് hallelujah താമസിച്ചു പോയി. എന്നാൽ hallelujah പരിശുദ്ധ ആത്മാവ് വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സഭ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ആത്മാവിൻ്റെ കൂടെ hallelujah മൂവ് ചെയ്യുവാൻ ആഗ്രഹമുള്ളവർ എത്ര പേർ hallelujah എൻ്റെ കൂടെ ഉണ്ട്? Praise God. Hallelujah. ഇന്ന് സന്ധ്യ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധ ആത്മാവിന്റെ പരിവർത്തനം ഹല്ലേലൂയ നമ്മുടെ മധ്യേ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിഗത ജീവിതങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ഹല്ലേലൂയ ചലിക്കട്ടെ, വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ the Holy Spirit is moving. Praise the Lord. Hallelujah. Holy Spirit always moves. If you cooperate with the Holy Spirit, you will move. Hallelujah. Praise God. And the place, all the situations around you will move on your favor. Praise be to God's holy name. Hallelujah. യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ മതി. Hallelujah. മറ്റ് അനേക ജനം നമ്മുടെ പുറയിൽ വരുവാൻ കഴിയും. Hallelujah. Praise the Lord. Hallelujah. ഉത്തമ ഗീതത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, draw me and we will run after thee. Hallelujah. Praise the Lord. When we follow Jesus, when we run after him, a multitude of people will come after us, because this is a time of revival. This is a time to see the restoration of the kingdom of God in this land of living. God has called us. We are not here for a Sunday service. We are for something more, and God wants something more from each and every one of us. Hallelujah. We are not here for a job. We are not here for a food. We are not here for a holiday. We are not here for entertainment. We are here for a revival, to shake this place and to turn this Newcastle upside down. Hallelujah. Rabala mashandara vadigala bautribia handurbiam kabala bauramana shandurbiam kabala bauramana diala oturigi lagadurbi hamdurigi shagadurbi shagat kamani araja. Hallelujah. 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 അപ്പോസ്തല 4-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. Acts chapter 4 verse 31. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Praise God. അവരുടെ മധ്യേ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവരുടെ മധ്യേ ദൈവവചനം ശക്തമായി പ്രസംഗിക്കുവാൻ കഴിയുമായിരുന്നു. ഇന്ന് നമ്മുടെ മധ്യേ പ്രാർത്ഥന കുറവുമുണ്ട്. ദൈവവചനത്തെ ശക്തമായി പ്രസംഗിക്കാനും പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ആമേൻ പറഞ്ഞ് നിർത്താമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ വ്യാപാരം നമ്മൾ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് തീർച്ചയായിട്ടും നമ്മുടെ മധ്യേ കടന്നു വരും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. നമ്മൾ കൂടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും പരിശുദ്ധ ആത്മാവ് നമ്മുടെ മധ്യേ വന്ന് വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. And the place was shaken where they were gathered when the people began to pray. That's what we need in these last days. When we begin to pray, we want to see the movement of the Holy Spirit in our midst when we are praying. Hallelujah. Hallelujah. Praise the Lord.
Hallelujah. ഞാൻ വിശ്വസിക്കുന്നു. I believe in the Lord. Praise God. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ hallelujah യുവാക്കന്മാർ യുവതികൾ ദൈവ സന്നിധിയിലേക്ക് ഓടി വരും. hallelujah കാരണം ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ വിടുതൽ ഉണ്ട്, ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ അഭിഷേകത്തിന്റെ വ്യാപാരമുണ്ട്. ജനത്തെ വിടുവിക്കുവാൻ, അവിടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, അവിടെ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കുവാൻ പരിശുദ്ധ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. Hallelujah. അവർ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Hallelujah. They spoke the word of God with all boldness. Hallelujah. അവർ സാഹചര്യങ്ങൾ കണ്ട്, അവർ അധികാരികൾ കണ്ട് ഭയപ്പെട്ടില്ല. കാരണം hallelujah പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഭയപ്പെടേണ്ട യാതൊരു പ്രശ്നവുമില്ല. അവർ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു പേഴ്സൺ ഉണ്ട്, അത് പരിശുദ്ധാത്മാവ് മാത്രം. ദൈവത്തിന് ആത്മാവ് ഭയപ്പെടുന്നവൻ ഒരു വിഷയത്തെ കൊണ്ട് ഭയപ്പെടുത്തില്ല, പേടിക്കത്തില്ല. കാരണം അവന്റെ മുൻപിൽ ഹല്ലേലൂയ കർത്താവ് സ്വർഗത്തിലെ ദൈവം അവന്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ദൈവം ഹല്ലേലൂയ മാനമുള്ള പാത്രമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കാനുള്ള ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ മേൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് സഹോദരൻ ആലിൻ ബ്രദർ പറഞ്ഞതുപോലെ പ്രാർത്ഥന മുറിക്ക് ഹല്ലേലൂയ നിങ്ങൾ കയറുന്ന പോലെ അല്ല നിങ്ങൾ ഇറങ്ങുന്നത്. നിങ്ങൾ ഹല്ലേലൂയ കാത്തിരിക്കുമ്പോൾ ശക്തി പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകളടിച്ച് പറക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ആത്മാവിന്റെ പരിവർത്തനം ഹല്ലേലൂയ വചനങ്ങൾ കൂടി നിങ്ങളെ ശക്തരാക്കി ദൈവവചനത്തെ ശക്തമായി പ്രസ്താവിക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇന്നലെ പ്രൈസ് ഗോഡ് ന്യൂ കാസൽ ചർച്ചിൽ 2 പേർക്കായി പ്രാർത്ഥിച്ചു. Hallelujah. Praise the Lord. Hallelujah. 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Hallelujah. അതിൽ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. Praise God. നമ്മൾ ചർച്ചായി ഒരുമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. Hallelujah. ഹല്ലേലൂയ. ആൾക്കാരെന്നാ വിചാരിക്കും, ഞാൻ എങ്ങനെ പുറത്ത് പറയും? ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ഐഡിയാസ് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലും വിഷമമാവോ എന്ന് ഒത്തിരി ഐഡിയാസുമായിട്ട്, ഒത്തിരി ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ദർശനങ്ങളുമായിട്ട്, ഒത്തിരി കേപ്പബിലിറ്റീസുമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ സഭയായി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഏബൽ മുമ്പോട്ട് കടന്നു വന്നാട്ടെ. പരിശുദ്ധ ആത്മാവിനെ എന്നെ ശക്തീകരിക്കാൻ പോവാ. യു ആർ ഗോയിങ് ടു ബി എ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. കല്യാണത്തിന് മുൻപ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ, നിനക്കും റേച്ചലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. God is going to use you mightily in your due dimension. Praise God. You are going to speak and we will implement. Amen. Praise God. സഭയിൽ hallelujah leadership തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പരിശുദ്ധ ആത്മാവ് നിന്നോട് നിന്ന വഴി മുഖാന്തരം സംസാരിക്കും. hallelujah സഭയിൽ hallelujah ആ ഐഡിയാസ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. അതിന് സഭയുടെ വിസ്താരത്തിനായിട്ട് hallelujah വിശാലതയ്ക്കായിട്ട് കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവുക. നിന്റെ നാവിനെ ദൈവം തൊടാൻ പോകുന്ന നീ hallelujah സംസാരിക്കുമ്പോൾ ജനം സൗഖ്യം പ്രാപിക്കും. നീ ട്രാൻസ്ലേഷൻ മാത്രം ഒതുങ്ങുന്ന ആളല്ല. നീ hallelujah പ്രസംഗിക്കാൻ പോവാ, നീ പ്രവചിക്കാൻ പോവാ, നീ ഹല്ലേലൂയ ജനത്തെ ഹല്ലേലൂയ ആരാധന നടത്താൻ പോകുന്നു, പ്രാർത്ഥന നടത്താൻ പോകുന്നു. നിന്നെ ഹല്ലേലൂയ സഭയായി ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. റേച്ചലിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ കുടുംബ ജീവിതത്തെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരെയും അവരുടെ ഭവനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഏബൽ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ഒരു പ്രത്യാശയുടെ വാതിലായി ഹല്ലേലൂയ പ്രൈസ് ഗോഡ് കർത്താവിന്റെ നാവിനെ തൊടാൻ പോകുന്നു. അഭിഷേകമുള്ള വാക്കുകൾ വായിക്കൂടെ വന്നു വരാൻ പോകുന്നു. കർത്താവിനെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. A new dimension in the ministry. Hallelujah. Praise the Lord. Hallelujah. Only one request. Stay with us because we need you. Praise the Lord. God bless you. Thank you, Abel. Praise the Lord. Hallelujah. Glory be to God's holy name. Hallelujah. പരിശുദ്ധ ആത്മാവിനോട് പറഞ്ഞു hallelujah ഏബലിനെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവാ. hallelujah യങ്സ്റ്റേഴ്സ് മധ്യേ hallelujah ഒരു ന്യൂ അനോയിന്റിംഗ് കർത്താവ് നൽകാൻ പോകുന്നു. hallelujah. Praise the Lord. Because Rachel is coming full. hallelujah നിറവോടെ വരുന്നേ. hallelujah കൊച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചാണ്. അവിടെ വീട്ടിലെ അപ്പ മമ്മിയും പ്രാർത്ഥിക്കുന്നവരാണ്. അഭിഷേകമുള്ള സഭയിൽ നിന്നാണ് ആ കൊച്ചു ഇങ്ങോട്ട് വരുന്നത്. praise God. hallelujah. She is coming full. She is going to be stand along with him and they are going to be a blessing. And I know from the church of God, I want to say to you that please stand and pray for the family because they are going to be a blessing to the kingdom of God. hallelujah. 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 മത്തായി
11-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സമയമില്ല വായിക്കാൻ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നു. പ്രൈസ് ഗോഡ്. യോവാൻ സ്നാപകൻ നാളുകൾ തൊട്ട് ആമേൻ പ്രൈസ് ഗോഡ് ഇന്നേ വരെ പരിശുദ്ധ ആത്മ ആമേൻ പ്രൈസ് ഗോഡ് സ്വർഗ രാജ്യം ബലവന്തം ആമേൻ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. Praise God. The violent take it by force. The hallelujah. From the days of John the Baptist until now, the kingdom of God suffereth violence, and the violent take it by force. Hallelujah. Praise the Lord. Amen. Praise God. പരിശുദ്ധ ആത്മാവിന്റെ പരിവർത്തനം, പരിശുദ്ധ ആത്മാവിന്റെ മൂവ്മെന്റ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ, praise God, if you ask me where is the movement of the Holy Spirit, I will tell you that the people who are violent for the kingdom of God, amen, praise God, God is ready to move in on their behalf and with them. Praise God. Hallelujah. Praise be to God's holy name. God is going to do something amazing through each and every one of us in these last days for the glory of his name. നമ്മളെ ആരാന്നറിയോ? നമ്മളെന്നാരറിയോ? ദൈവസന്നിധിയിൽ ഭയങ്കര സൈലന്റാ. കർത്താവ് ആഗ്രഹിക്കുന്നത് നീ വയലന്റ് ആയിട്ട് മാറ്, സൈലന്റ് ആയിട്ട് മാറരുത്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന മുറി കയറി പ്രാർത്ഥന വിഷയമില്ല എന്ന് പറയരുത്. സ്തോത്രം ചെയ്യ്, സ്തോത്രം പറ, പ്രാർത്ഥന വിഷയം ദൈവം തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഏത് വിഷയങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ കർത്താവ് നിനക്ക് പ്രാർത്ഥന വിഷയങ്ങൾ കുറേ തരും. ആമേൻ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മുട്ട് മടക്കി കർത്താവിന്റെ സന്നിധിയിൽ നീ ബലാത്കാരിയായി മാറുവാണെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നീ പിടിച്ച് അടക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിന്റെ കയ്യിൽ കർത്താവ് താക്കോൽ ഏൽപ്പിക്കും. നീ ഹല്ലേലൂയ നീ അടയ്ക്കുന്നത് ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. നീ തുറക്കുന്നത് ആർക്കും ഹല്ലേലൂയ അടയ്ക്കുവാൻ കഴിയത്തില്ല. നിന്നെ ദൈവം ഹല്ലേലൂയ ഒരു പ്രത്യാശയുടെ വാതിലായി വെച്ച് നിന്നെ മറ്റവർക്ക് അനുഗ്രഹമാക്കി തീർക്കും. The Lord will make you a blessing. Thank you, brother. God bless you. Praise God. The people who bring the water like this, they will one day stand and minister to the people. Praise God. Praise God. So he's giving the water to show that he's going to come preach one day. Praise the Lord. Hallelujah. Hallelujah. Our God is a good God. Hallelujah. Praise the Lord. Amen. Praise God. In the violent, what is violent? What is the violent? The word violent came from a Greek word which is called to be energetic. Praise God. ആവേശം ഉള്ളവരായിരിക്കണം. പരിശുദ്ധ ആത്മാവിന്റെ ഹല്ലേലൂയ അഭിഷേകത്തിന് ഒത്ത ഒരു ആവേശം നമ്മുടെ ഇടവിൽ ഉണ്ടായിരിക്കണം. പാട്ടുകൾ ആവശ്യമില്ല, താളം ആവശ്യമില്ല, അല്ലാതെ തന്നെ അഭിഷേകത്തിൽ നമുക്ക് ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ കഴിയും. ഒരു ആവേശം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനം ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ തുടങ്ങി കഴിഞ്ഞു. Hallelujah. Praise God. എല്ലാവർക്കും ആവേശം വർദ്ധിക്കട്ടെ. Let you be energetic for the Lord. Praise God. Hallelujah. ഒരു രഹസ്യം പറയാം. യേശയ്യാവ് സങ്കീർത്തനം 51 അതിന്റെ 12-ാമത്തെ വാക്യം. ആമേൻ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തന്ന് മനസ്സൊരുക്കത്തിന്റെ ആത്മാവ് കൊണ്ട് എന്നെ താങ്ങണമേ. മനസ്സ് ഒരുക്കം, മനസ്സിനെ ഒരുക്കുന്ന ഒരു ആത്മാവാണ് അവൻ. മനസ്സിനെ ഒരുക്കി കഴിയുമ്പോൾ പ്രൈസ് ഗോഡ് തമിഴ് ട്രാൻസ്ലേഷൻ സേസ് രക്ഷപ്പിൻ സന്തോഷத்தை எனக்கு திரும்ப தந்து உற்சாகத்தின் ஆவியை தாங்கும்படி செய்கிறார். It is a spirit of encouragement. Hallelujah. Spirit of energetic. Hallelujah. Spirit of ஆவேசம். ஆவேசம் ஒரு ஆத்மாவாണ്. Hallelujah. அவன் hallelujah சோக முகத்தோடு துக்க முகத்தோடு இருக்குவான் കഴിയത്തില്ല. പരിശുദ്ധ ആത്മാവ് അഭിഷേകം എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ 9:30 മണിക്ക് ആലിൻ ബ്രദർ ഹല്ലേലൂയ റിംഗ് ചെയ്തില്ലെങ്കിലും കേറി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ജീവബ്രതം ഞാനുമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ 2 പേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 പേർ ഫീൽഡിൽ ഇറങ്ങി, അടുത്ത ആൾ ഇറങ്ങിയില്ല. ഞങ്ങൾ 2 പേർ ഫിനിഷ് ചെയ്തു. ആമേൻ. ഓപ്പോസിറ്റ് ടീം ആമേൻ പ്രൈസ് ഗോഡ് വലിയ ഒരു സ്കോർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും പേടിയായിരുന്നു എങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്യും, എങ്ങനെ ആ സ്കോർ ഞങ്ങൾ ബീറ്റ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നു. എല്ലാ ദിവസവും 2 പേർ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ സ്കോർ വിക്കറ്റും അടിച്ചു, എല്ലാ 6 അടിച്ചു, 4 ബൗണ്ടറീസ് അടിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥന ജയത്തോടെ മടങ്ങി ഇടയായി. പ്രൈസ് ദി ലോർഡ്. ആവേശം ഉണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവിന്റെ പരിവർത്തനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. When you have an when you are energetic for the Lord, when you are enthusiasm for the Lord, the Spirit of the Lord moves through you. Hallelujah. Praise the Lord. Glory be to God's holy name. Hallelujah. Praise the Lord. രണ്ടാമത്തെ കാര്യം ആമേൻ. സമയം പോയി.
Amen. 2 minutes on the praise the Lord. The unction of the Holy Spirit. Hallelujah. Second is the unction of the Holy Spirit. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം മലയാളത്തിൽ ആമേൻ പ്രൈസ് ഗോഡ് ആ വാക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല, തമിഴിലും ഇല്ല, ഇംഗ്ലീഷിൽ മാത്രമുണ്ട്. പ്രൈസ് ഗോഡ്. വായിച്ചു സിസ്റ്റർ. വായിച്ചു സിസ്റ്റർ. Praise God. Abhishekam ennulla vaakanu upayogichirukkunnathu. There is a word called anointing used there in Malayalam and Tamil translation. But in English translation, you will find the word, you have received an unction from the Holy One. Hallelujah. பரிசுத்தராலே ஆமென் praise God பரிசுத்தனை கொண்டு ஆமென் praise God ஒரு unction നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. praise God unction എന്താണെന്ന് ചോദിച്ചാൽ praise God ചിന്തിക്കുമ്പോൾ ചിന്തനകളിൽ ഏത് തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റിനെ ക്യാൻസൽ ചെയ്തിട്ട് സ്വർഗത്തിന്റെ തീരുമാനം അനുസരിച്ച് ചിന്തിക്കുന്നവർ ആമെൻ praise God കാണുന്നവർ praise God പരിശുദ്ധാത്മാവ് തെറ്റെന്ന് പറയുമ്പോൾ അതിനെ അടച്ചു വെച്ചിട്ട് ആത്മാവ് ഹല്ലേലൂയ ദുഃഖിപ്പിക്കാതെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിന്റെ കൂടെ ഡിസിഷൻ എടുക്കുന്നവരാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ അങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഞായറാഴ്ച മാത്രമല്ല, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എപ്പോഴും ദൈവസന്നിധിയിൽ അങ്ഷനോട് കാണപ്പെടുന്നവർ. പ്രൈസ് ഗോഡ്. അവർ സാക്ഷ്യം പറയാൻ മുമ്പിൽ നിൽക്കും, അവർ പാട്ട് പാടാൻ മുമ്പിൽ നിൽക്കും, അവർ സാക്ഷ്യം പറയാൻ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ അവർ സ്തുതിക്കാൻ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ പറയാൻ അവർ കൈ ഹല്ലേലൂയ ആദ്യം ഉയർക്കും. ഹല്ലേലൂയ പ്രൈസ് ഗോഡ് കശേരകളിൽ ഇടാൻ മടിക്കത്തില്ല. അവർ എല്ലാ വേലയും ദൈവത്തിനായി ചെയ്യും. കാരണം അവരുടെ ഉള്ളിൽ ഒരു അങ്ഷൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരു സഹോദരൻ ഞാൻ ആരാധനയ്ക്ക് വിളിച്ചു. പ്രൈസ് ഗോഡ് എവിടെയാണെന്ന് പറയത്തില്ല, ഡാൾട്ടൺ ന്യൂ കാസിലാണ് പറയത്തില്ല. പ്രൈസ് ഗോഡ് പറഞ്ഞാൽ നിങ്ങൾ ആരാ അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഡാൾട്ടണിലെ ഒരു വ്യക്തിയാണ്. പ്രൈസ് ഗോഡ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് എൻ്റെ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഫോൺ പാസ്റ്റർ ഫോൺ ബിലീവർ കട്ട് ചെയ്യുന്നു. പ്രൈസ് ഗോഡ് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ് നിങ്ങൾ ചെയ്യുന്നത് പ്രൈസ് ഗോഡ് ഒരു പാസ്റ്റർ സേവദാസൻ പ്രൈസ് ഗോഡ് വിളിക്കുമ്പോൾ ഒരു ബിലീവർ കട്ട് ചെയ്യുക. നാണം കെട്ട് വീണ്ടും 2-ാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചു. പ്രൈസ് ഗോഡ് എടുത്തേ പറ്റുള്ളൂ എന്ന 3-ാമത്തെ പ്രാവശ്യം വിളിക്കുള്ളൂ എന്ന് ഓർത്ത് പുള്ളി വീട്ടിലേക്ക് വന്നാലോ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്ന് പേടിച്ചിട്ട് ഫോൺ എടുത്തു. പ്രൈസ് ഗോഡ് ഫോൺ എടുത്തപ്പോൾ ബ്രദർ പ്രേയറിന് വരുന്നുണ്ടോ, എന്നെ സർവീസ് ആരാധനയ്ക്ക് വരുന്നുണ്ടോ? ഇല്ല പാസ്റ്റർ ഞാൻ വരുന്നില്ല. പ്രൈസ് ഗോഡ് ബ്രദർ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ. ആരുടെ മനസ്സിലായി എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് കുറച്ച് ഏകദേശം മനസ്സിലായി. ആമേൻ പ്രൈസ് ഗോഡ് കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതെ പാസ്റ്ററെ പ്രൈസ് ഗോഡ് ഈ ആഴ്ച വന്നില്ലോ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. വിഷമമൊന്നുമില്ല. പിന്നെ വിഷമമില്ലെങ്കിൽ കൈസറിനുള്ളത് കൈസറിനും കർത്താവിനുള്ളത് കർത്താവിന് കൊടുക്കാൻ എന്താ മടി? ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഇല്ല പാസ്റ്റർ വരണ്ട, ഞാൻ വരുന്നില്ല. കാരണം എന്താ? പരിശുദ്ധ ആത്മാവിൻ്റെ അങ്ഷൻ ഇല്ലാത്ത കൊണ്ട് ഹല്ലേലൂയ വരാൻ മടിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഡയറക്റ്റിൽ നിന്ന് ഒരു കുടുംബം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ബസ് പിടിച്ച് ഹല്ലേലൂയ ഇവിടെ ആരാധനയ്ക്ക് വരണമെങ്കിൽ ഒരു അങ്ഷൻ ഇല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല. Praise the Lord. Hallelujah. Praise the Lord. Stotram. I gladly thank you God for all the people who are coming from Washington. Praise God. എത്ര ദൂരമുണ്ട്, ക്രാംലിംഗ്ടൺ എത്ര ദൂരമുണ്ട്. എന്നാൽ ഇവിടെ hallelujah praise the Lord ഞങ്ങൾ ഡാൾട്ടണിൽ നിന്ന് വരുന്നവർ ആമേൻ praise God ഈ ഹാളിലേക്ക് തിരിയുമ്പോൾ praise God ഏബലിന്റെ കാർ അവിടെ ഉണ്ട്, റോൺ ബ്രദറിന്റെ കാർ അവിടെ ഉണ്ട്, praise God ജിബി ബ്രദറിന്റെ കാർ അവിടെ ഉണ്ട്. praise God നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അങ്ഷനായി സ്തുതിക്കുന്നു. ആമേൻ praise God ഓരോരുത്തരെ കണ്ട് പഠിക്കാം നമുക്ക്. hallelujah അങ്ഷൻ ഉണ്ടാകട്ടെ. Praise the Lord. Let there be unction in the Spirit of God to open the Bible and read every day. Praise the Lord. Praise the Lord. Praise the Lord. Glory to God. Amen. Praise God. സെദെക്കിയ രാജാവിന് ഒരു രാജാവ് ഉണ്ടായത് ആഹാബിന്റെ കാലത്ത്. ആമേൻ പ്രൈസ് ഗോഡ് ഒരു കള്ള പ്രവാചകനാണ്. പ്രൈസ് ഗോഡ് അവൻ കള്ളം പറഞ്ഞ് പ്രവചിക്കുമ്പോൾ മീകായ എന്നുള്ള പ്രവാചകൻ അവിടെ വന്ന് ദൈവനാമത്തിൽ ആമേൻ പ്രൈസ് ഗോഡ് ദൈവവചനത്തിൽ ദൈവം പറയുന്ന വാക്യം ആമേൻ വാക്കുകൾ എടുത്തു പറഞ്ഞപ്പോൾ സെദെക്കിയ രാജാവ് ഒന്ന് ഒറ്റ അടി അവൻ്റെ ഫേസിൽ കൊടുത്തിട്ട് അവൻ്റെ മുഖത്ത് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, പരിശുദ്ധ ആത്മാവ് ഏത് വഴിയിലാണ് നിന്റെ വന്നത്? പ്രൈസ് ഗോഡ് എൻ്റെ സൈഡിൽ നിന്ന് മാറി നിന്റെ വഴിയിലേക്ക് എങ്ങനെ വന്നത്? എൻ്റെ മറുപടി വചനത്തിന് മുമ്പ് വിറയ്ക്കുന്നവരുടെ വഴിയിൽ അവൻ പോകും.
Praise the Lord. Hallelujah. Isaiah chapter 66 verse 2 says, he that trembleth at my word, I will look upon him. എന്റെ വചനത്തിൽ മുമ്പ് വിറയ്ക്കുന്നവരെ ഞാൻ കടാക്ഷിക്കും. Praise God. Hallelujah. വചനത്തിൽ മുമ്പ് വിറയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വഴിയിൽ കൂടെ പരിശുദ്ധാത്മാവ് പോവും. Hallelujah. അങ്ക്ഷണം ഉണ്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ. Hallelujah. Praise the Lord. എടുക്കുന്ന തീരുമാനങ്ങൾ സ്വർഗം മാനിക്കും. Hallelujah. എന്നെ മാനിച്ചാൽ ഞാൻ അവനെ മാനിക്കുമെന്ന് അരുളി ചെയ്തവൻ. സ്വർഗത്തെ മാനിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ praise God ഇന്ന് രാത്രി വിശ്വസിച്ചോ, പരിശുദ്ധാത്മാവിന്റെ അങ്ക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ട്. Praise God. Hallelujah. ഈ അങ്ക്ഷന്റെ വേറെ ഒരു വാക്കാണ് fervent എന്നുള്ള വാക്ക്. Praise God. റോമർ 12:11. ആമേൻ. Praise God. ആത്മാവിൽ എരിവുള്ളവർ. Praise God. യാക്കോബ് 5:17 അത് മലയാളത്തിൽ തമിഴിലും ഇല്ല. Praise God. കൊലോസ്യർ 4:12. Praise God. മലയാളത്തിൽ തമിഴിലും ഇല്ല, ഇംഗ്ലീഷിൽ മാത്രമുണ്ട്. ആമേൻ. Praise God. അവർ ശ്രദ്ധയോടെ ഉള്ള പ്രാർത്ഥന എന്ന് എഴുതിയിരിക്കുന്നു. ആമേൻ. Praise God. Hallelujah. അവൻ പോരാടി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. fervent എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. എരിവ് എന്നുള്ള വാക്ക്. അഭിഷേകത്തിൽ എരിവുള്ളവരാണ് ഈ അങ്ക്ഷനുള്ളവർ. Praise God. Hallelujah. അവരുടെ പ്രാർത്ഥനയിൽ എരിവുണ്ട്. അവരുടെ ആരാധനയിൽ എരിവുണ്ട്. There is a fervent in their prayer. There is a fervent in their praising. There is a fervent in their worship. There is a fervent in their hallelujah stand for Jesus. Praise God. God wants to give a fervent in every one of you, that there will be a prayer. Hallelujah. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു എരിവ് ഉണ്ടായിരിക്കും. ആമേൻ. Praise God. നിങ്ങളുടെ കൂടെ ചേർന്ന് മറ്റവരെല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിനെ മഹത്വീകരിക്കും. ഒരു fervent പ്രാർത്ഥിച്ചോ, ഒരു fervency-നായി പ്രാർത്ഥിച്ചോ, ഒരു എരിവിനായി പ്രാർത്ഥിച്ചോ, അതിനെ പ്രാർത്ഥനയിൽ ആത്മാവിൽ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. പൗലോസ് ആമേൻ. Praise God. ദിവസം പ്രതി കണ്ടുകൊണ്ടിരിക്കുവാണ്. ആമേൻ. Praise God. എല്ലാ സമയവും എല്ലാ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുവാണ്. ഈ എപ്പഫ്രാസ് ഒറ്റ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരേ വിഷയത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഒരു വിഷയമില്ല. ആമേൻ. Praise God. നിങ്ങളുടെ വിശ്വാസിക്ക് ജോലി കിട്ടിയില്ല, നിങ്ങളുടെ വിശ്വാസി കാറ് കിട്ടിയില്ല, നിങ്ങളുടെ വിശ്വാസിക്ക് വീട് കിട്ടിയില്ല, നിങ്ങളുടെ വിശ്വാസിക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല, നിങ്ങളുടെ വിശ്വാസിക്ക് ഇൻക്രിമെന്റ് കിട്ടിയില്ല. ആമേൻ. Praise God. വിശ്വാസികൾ വേണ്ടി അതിന് വേണ്ടി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എപ്പഫ്രാസ് പറഞ്ഞു, പ്രാർത്ഥിക്കാം, പക്ഷേ ആ പ്രാർത്ഥന ഒരു എരിവ് കാണത്തില്ല. എൻ്റെ പ്രാർത്ഥന ഒരു എരിവ് കാണണമെങ്കിൽ ഒറ്റ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. അവർ തികഞ്ഞവരും ദൈവഹിതത്തിൽ പൂർണ്ണതയുള്ളവരായി നിൽക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പോരാടി ആത്മാവിൽ എരിവോട് പ്രാർത്ഥിച്ചു. I fervently prayed, labored in prayer every day, that they may stand perfect and complete in all the will of God. Hallelujah. NCFI church members എന്താ പ്രാർത്ഥിക്കണ്ടേ? Praise God. പ്രാർത്ഥന വിഷയങ്ങൾ ഭൗതികമായ നന്മകൾ അനുഭവിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. Praise God. എല്ലാം ഒറ്റയടിക്ക് ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ, ഒരേ വിഷയത്തിനായി പ്രാർത്ഥിക്കണമെങ്കിൽ NCFI church ദൈവഹിതത്തിൽ തികഞ്ഞവരും ദൈവഹിതത്തിൽ പൂർണ്ണത പ്രാപിച്ചവരും നിൽക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എരിവോട് പോരാടി പ്രാർത്ഥിക്കുവാനാണ് വിളിച്ചത് ദൈവം. Praise the Lord. പാസ്റ്റർ എനിക്ക് ജോലി കിട്ടി, പാസ്റ്റർ എനിക്ക് കാറ് കിട്ടി, പാസ്റ്റർ എനിക്ക് വീട് കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കത്തില്ല. യോഹന്നാൻ പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ള സന്തോഷത്തെക്കാൾ വേറൊരു സന്തോഷം എനിക്കില്ല. I have no greater joy than seeing my children walking in truth. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ഇൻ ദ സ്പിരിറ്റ്. ലാസ്റ്റ് റെവലേഷൻ, വെളിപ്പെടുത്തുന്ന വിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. റെവലേഷൻ 1:10. Praise the Lord. I was in the spirit on the Lord's day. ഞാൻ ആത്മവിവശനായി. Praise God. Hallelujah. ഞാൻ ഹല്ലേലൂയ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് ഈ പെന്തകോസ്ത് യോഗങ്ങളിൽ ഈ ചാടുന്നവരും കൈ കൊടുക്കുന്നവരും താഴെ വിടുന്നവരും കണ്ടിട്ട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. പാസ്റ്റർമാരെ പോലെ ഹല്ലേലൂയ വീട്ടിൽ പോയി ചെന്ന് അന്യഭാഷ പറഞ്ഞ് അവരെ പോലെ അന്യഭാഷ ഇംപ്ലിമെന്റ് ചെയ്ത് കളിയാക്കിയിട്ടുണ്ട് ഞാൻ. Praise God. പാസ്റ്റർമാർ ചാടുമ്പോൾ ഞാൻ അവരെ പോലെ ചാടും. ഹല്ലേലൂയ. Praise Lord. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരെ പോലെ അന്യഭാഷ സംസാരിച്ച് കളിയാക്കിയിട്ടുണ്ട്. Praise Lord. ഹല്ലേലൂയ. എനിക്ക് അഭിഷേകം ഇഷ്ടമില്ല, എനിക്ക് സ്തോത്രം പറയുന്നത് ഇഷ്ടമില്ല, എനിക്ക് കൈ കൊട്ടുന്നത് ഇഷ്ടമില്ല. എന്നാൽ പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, ഞാൻ ആത്മവിവശനായപ്പോൾ, പ്രൈസ് ഗോഡ്, ആരാധന സമയത്ത് ആരാധന തുടങ്ങിയപ്പോൾ, ആമേൻ, പ്രൈസ് ഗോഡ്, ഐസക് ബ്രദറിനെ പോലെ ഇവിടെ സ്റ്റേജ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആരാധന കഴിയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് പ്രൈസ് ഗോഡ് റോബിൻ ബ്രദർ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ആത്മവിവശനായി പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് അടങ്ങി നിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ ചാടാൻ തുടങ്ങി, ഞാൻ കൈകൊട്ടാൻ തുടങ്ങി, ഞാൻ നിർത്താൻ തുടങ്ങി, ഞാൻ ആത്മാവിൽ സ്തുതിക്കാൻ
തുടങ്ങി, സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ വർഷിപ്പ് സ്റ്റോപ്പ് ചെയ്തപ്പോഴും എൻ്റെ ഉള്ളിൽ വർഷിപ്പ് സ്റ്റോപ്പ് ചെയ്യില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ മ്യൂസിക് നിർത്തിയാലും എൻ്റെ ഉള്ളിൽ മ്യൂസിക് നിർത്തുവാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് 1-ാമത്തെ അധ്യായം അതിൻ്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് 12-ാമത്തെ വാക്യത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, ആമേൻ പ്രൈസ് ഗോഡ്, ഞാൻ പാരഫ്രൈസ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. ഞാൻ ഹല്ലേലൂയ 12-ാമത്തെ വാക്യത്തിൽ അവൻ തിരിഞ്ഞു നോക്കി, ആത്മവിവശനായ മനുഷ്യൻ പ്രൈസ് ഗോഡ് 90 വയസ്സ് കഴിഞ്ഞു. അവൻ ഓർത്തു പ്രൈസ് ഗോഡ് കർത്താവ് അവൻ്റെ മുൻപിലായിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഇരുന്ന് അവൻ്റെ കാഹളനാദത്തിൻ്റെ ശബ്ദം കേട്ടു. അവൻ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനെ 17-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവനെ കണ്ട് അവൻ്റെ കാൽ കീഴ് വീണു. Praise the Lord. Hallelujah. Amen. ഇത്ര നേരം ആ 90 വയസ്സുള്ള മനുഷ്യൻ വിചാരിച്ചു, ഞാൻ നേരെ പോകുന്നു, എൻ്റെ മുമ്പിൽ കർത്താവ് വരും, ഞാൻ കർത്താവിനെ ദർശിക്കാൻ പോകുന്നു നോത്തപ്പോൾ കാഹളനാദത്തിൻ്റെ ശബ്ദം അവൻ്റെ പിന്നെ വന്നു, അവൻ്റെ പുറകെ വന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ 7 കുത്തുവിളക്ക് നടുവിൽ നടക്കുന്ന ഹല്ലേലൂയ നിലവിളക്ക് നടുവിൽ സഞ്ചരിക്കുന്ന ഒരുത്തനെ കണ്ടു. യേശു ക്രിസ്തുവിനെ മുഖമുഖമായി കാണുവാൻ അവൻ പ്രൈസ് ഗോഡ് ഒരു ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഒരു ആക്സസ് കിട്ടിയപ്പോൾ അവൻ്റെ കാൽ കീഴ് വീണു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മവിവശനായാൽ when you are in the spirit, not only in the last day, every day when you are in the spirit, your position will change. Hallelujah. It's time for you to rechange your position. Reposition yourself in the presence of God. Hallelujah. Praise God. Deva Sabayod, the Lord is saying to you, it is time for you to reposition yourself in the presence of God. It is not the way the Holy Spirit thinks that he will come to you. But he must be, hallelujah. Amen. Praise God. വലതുപുറം ഇടതുപുറം തിരിയുമ്പോൾ പിന്നെ പുറകെ ഇരുന്ന് ഇതാ വഴി, ഇതിൽ നടക്കുന്ന സത്തം പുറകിൽ നിന്ന് കേൾക്കുവാൻ കഴിയും. Amen. Praise God. It's time for you to reposition yourself in the presence of God, because the Lord is yet to do something through you and me. Praise God. പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കാം. Amen. Praise the Lord. Hallelujah. Amen. Praise God. സീരിയ ഭാഷയിൽ സീരിയ അക്ഷരത്തോട് Amen. Praise God. Hallelujah. മുൻപോട്ട് കടന്നു വന്നാട്ടെ. Amen. Praise the Lord. Hallelujah. സഹോദരന്മാർ ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ ആത്മാവിൽ പാടി ആരാധിച്ച് പ്രാർത്ഥന ഫിനിഷ് ചെയ്യാം. Praise the Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കാം, ഞാൻ ഇന്ന് മാത്രമാണ് പെന്തക്കോസ്ത് നാളായതുകൊണ്ട് ഇന്ന് മാത്രം ഇങ്ങനെ സംസാരിക്കുന്ന അല്ല, ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നു. Praise the Lord. Hallelujah. എൻ്റെ പേര് ഒരുങ്ങി നിൽക്കുന്നവർ Hallelujah. Praise God. ധൈര്യത്തോടെ ഇരുന്നു. Praise God. നമ്മുടെ മധ്യ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. Praise the Lord. Hallelujah. ആമേൻ. ഹല്ലേലൂയ. നമ്മൾക്ക് അതേ ആത്മാവിലായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രസംഗം കേട്ടതുപോലെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നതായ പൊസിഷൻ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുക നമ്മൾ നിൽക്കുന്നത് ഇപ്പം ആമേൻ എല്ലാം നല്ലതായിരിക്കും, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഉത്തമമായിരിക്കും നമുക്ക് തോന്നുന്നത്. നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് മാറി ആമേൻ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വിളിപ്രകാരം പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു നിയോഗപ്രകാരം നമ്മൾക്ക് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ആമേൻ ഹല്ലേലൂയ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ചിലവർ നിർബന്ധിച്ചിട്ടായിരിക്കാം, ചിലവർ പറഞ്ഞിട്ടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ആ ബുദ്ധിമുട്ട്, തടസ്സങ്ങൾ ആമേൻ ഹല്ലേലൂയ ഒരുപക്ഷെ വേറെ ആരും അറിയുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പ്രയാസപ്പെട്ട്, ഒരുപാട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഇത്രത്തോളം കടന്നു വന്നിരിക്കുന്നത്. ആ ബുദ്ധിമുട്ട്, പ്രയാസം, തടസ്സങ്ങളെല്ലാം കണ്ടുകൊണ്ട് കർത്താവ് പറയുന്നു, നിന്റെ ബുദ്ധിമുട്ട്, തടസ്സങ്ങൾ മാറുവാൻ പോവുകയാണ്, നീ നല്ല ദിനം കാണുവാൻ പോവുകയാണ്, നിന്റെ പരിശുദ്ധ ആത്മാവ് നിന്നെ നയിക്കുവാൻ പോവുകയാണ്. അതിനാൽ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, ആ സ്തുതികൾ, സ്തോത്രങ്ങൾ ഉയരട്ടെ. Let the praises arise. Amen. Hallelujah. Today, amen. Hallelujah. Bondages are being broken. Yeah, amen. Hallelujah. Your amen. Enemies were told you today you cannot step forward. The enemies are gonna be drowning down into the sea. ആ ചെങ്കടലിൽ amen. Hallelujah. ശത്രുക്കൾ ഇന്ന് മുങ്ങുവാൻ പോകുകയാണ്. amen. Hallelujah. amen. Hallelujah. കരങ്ങളെ അടിച്ച് ആത്മാഭിഷേകത്തോടുകൂടി amen. Hallelujah. നമ്മൾ ആരാധിക്കാം, ദൈവത്തെ പാടി സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഓ ജീസസ്. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യും, തണ്ടു വലിച്ചു നീ ആമേൻ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്.
അടുപ്പിക്കും. ആമേൻ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്തെ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള കാറ്റിനെയും ആമേൻ കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ആമേൻ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ആമേൻ. അക്കരയാണ് എന്റെ ശാശ്വത നാട്. ഓ, അവിടെ എനിക്കൊരുക്കുന്ന അക്കരയാണ്. ഓ, അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനം. ഓ, ആമേൻ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടും. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്തെ. ആമേൻ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്തെ. ആമേൻ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്തെ. ആമേൻ. അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. 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 ആമേൻ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും ആമേൻ കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. കാറ്റിനെയും കടലിനെയും ഓ യേശുവേ. ആമേൻ. ഹല്ലേലൂയ. ഓ ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ അടിച്ചുയരുന്ന തിരമാലകൾ
ആ കൊടുങ്കാറ്റുകൾ ശാന്തമാകട്ടെ. ഇന്ന് ആരാധനയെങ്കിൽ സ്വയം പ്രാപിച്ച് ആള് മാറിയവനെ പോലെ. ഓ യേശുവേ, ഓ ജീസസ്, ആമേൻ, ഹല്ലേലൂയ. വചനം കേട്ടതുപോലെ ആമേൻ, ഹല്ലേലൂയ, അന്യഭാഷ ആമേൻ, ഹല്ലേലൂയ ഉച്ചരിക്കുന്നത് ആമേൻ, ഹല്ലേലൂയ, ആത്മാവ് നൽകുന്നത് പോലെ ആമേൻ, അന്യഭാഷകളിൽ ആമേൻ, ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ആ കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ബന്ധനങ്ങൾ അടിയട്ടെ, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. ഓ ശക്തിന്റെ റൈവനരവനല വൈഡല നിഗദസ്തുനരേ. ഓ ജീസസ്, ഓ ഹല്ലേലൂയ. Praise the Lord. Hallelujah. NCFI, the meeting, NCFI യോട് ആരാധന ഇപ്പോൾ കഴിയാൻ പോകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടുള്ള ആരാധന ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, കാറിലെ യാത്ര ചെയ്യുമ്പോൾ, ആമേൻ, ബസ്സിലെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ആരാധനയോടെ കഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ആമേൻ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ, ധൈര്യപ്പെടുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷത്തിൽ ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അനൗൺസ്മെന്റ് ചെയ്യാൻ മറന്നുപോയി. പ്രൈസ് ഗോഡ്. നമ്മുടെ YPF മീറ്റിംഗ് അടുത്ത ഞായറാഴ്ച ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ മീറ്റിംഗ് 3:30 മണിക്ക് അടുത്ത ആഴ്ച. സർവീസ് സൺഡേ സ്കൂൾ വിൽ ബിഗിൻ at 3 o'clock and finish at 3:30. 3:30 the service will start and finish at 6 o'clock. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രൈസ് ഗോഡ് നേരത്തെ വരണം. കുടുംബങ്ങളെ ഹല്ലേലൂയ കൊണ്ടുവരണം. YPF നാട്ടിലുള്ള PPYPA പോലെ നമ്മുടെ യങ് പീപ്പിൾസ് ഫെലോഷിപ്പ് മീറ്റിംഗ് ആണ്. ആമേൻ, പ്രൈസ് ഗോഡ്. ബ്രദർ റോബിൻ ആ സെയിം ബൈബിൾ ക്വിസിൽ തുടർന്ന് മുൻപോട്ട് പോകും. റെവലേഷൻസ് ചാപ്റ്റർ 2 and 3. പ്രൈസ് ഗോഡ്. വെളിപ്പാട് 2, 3 പ്രിപ്പയർ ആയിട്ട് വരണം. അവൻ പ്രൈസ് ഗോഡ്. കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് ഗോഡ് 11 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം ബാക്കി 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ പ്ലീസ് കം പ്രിപ്പയർ. റെവലേഷൻസ് 2 and 3. പ്രൈസ് ഗോഡ്. YPF മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. ആമേൻ, പ്രൈസ് ഗോഡ്. 8th June. ആമേൻ, പ്രൈസ് ഗോഡ്. ജൂൺ 8-ാം തീയതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കോട്ടേജ് പ്രേയർ ബ്രദർ റോൺ വീട്ടിലുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്രസ്, if you want the address, please see Brother Ron or Brother Stephen for this. And praise God. ജൂലൈ മാസം praise God ഞങ്ങൾ praise God കുടുംബമായിട്ട് നാട്ടിൽ പോകുന്നതുകൊണ്ട് we will come back on the July 19th. So July 27th praise God ശനിയാഴ്ച praise God Brother Jibin സാര അവരുടെ ഭവനത്തിൽ praise God ക്രാംലിൻടണിൽ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. praise God. Please see Brother Stephen for further details. praise God. Amen. ഈ വരുന്ന 20, 30, 31, 1, 2 4 ദിവസങ്ങളിൽ ഡാർലിംഗ്ടണിൽ ഹോപ്പ് ആൻഡ് കോൺഫറൻസ് ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്. 17ാമത്തെ വർഷത്തിൻ്റെ കോൺഫറൻസ് ആണ്. പാസ്റ്റർ സൈമൺ വർഗീസ് നമ്മുടെ കൂടെ ഉണ്ട്. പാസ്റ്റർ ജോൺ എഡ്വേർഡ്സ് നമ്മുടെ കൂടെ ഉണ്ട് അയർലൻഡിൽ നിന്ന്. പാസ്റ്റർ ജോൺ റോബർട്ട്സൺ ഉണ്ട്. നമ്മുടെ സഹോദരൻ ഐസക്കും അവരുടെ ടീമും ആഫ്രിക്കൻ ടീമും വർഷിപ്പ് ലീഡ് ചെയ്യും. നമ്മുടെ NCFI വർഷിപ്പ് ടീം ബാൻഡ് അവിടെ ഞായറാഴ്ച നമ്മുടെ കൂടെ കാണും. സോ അടുത്ത ഞായറാഴ്ച ഫസ്റ്റ് സൺഡേ, ജൂൺ മാസം ഫസ്റ്റ് സൺഡേ, June 2nd, there will not be service here in NCFI Church. Rather, we will have a combined service on as usual. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ conventional combined service ഉണ്ടായിരിക്കും. We will have the Lord's table as well. So we request you to come to Darlington for the conference. Accommodation വേണമെന്നവർക്ക് ഞങ്ങൾ accommodation തരാം. Praise God. Hallelujah. Transportation ഇല്ലാത്തവർ praise God. Please see our brothers and please see me. We will arrange you for transportation. Sunday എല്ലാവരും അവിടെ വരണം. കമ്പൈൻഡ് സർവീസിനായിട്ട് ദൈവനാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. കോൺഫറൻസിനായിട്ട് കർത്താവ് നമ്മുടെ മധ്യത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. Hallelujah. Praise the Lord. Hallelujah. Swargya Pidava, loving Heavenly Father, we come to you in Jesus' precious name. We thank you, Lord, for this evening time. Hallelujah. Into your hands we commit the remaining time of our, hallelujah, our journey. Let there be journey mercies as we depart from this place, Lord. Let the undeparting hand of God be with us, O Master. Holy Spirit, we want to see you moving in our midst. We want to see your unction. We want to see that we were all in the Spirit every day, Lord. Into your hands we commit our spirit, soul, and body.
Hallelujah. Stretch forth your nail-pierced hands and place upon our head and bless us, O Master. In the name of the Father, Son, and the Holy Spirit, I pronounce a blessing upon our congregation all through this week, in our job, in our business, in our education, in our health, in our transactions, in our children's education. Amen. Praise God. In our going out, now coming in all our expenditures, Lord, let your good hand be with us, O Master. Protect us from every harm and danger. And those who are not able to come for the service today, wherever they are, bless them, and Lord, hallelujah, keep them under your wings and bring them, Lord. Into your hands we commit us as you prepare us for your coming. To you be all glory. In Jesus' matchless name we pray. Amen. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും സകല വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യവരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. അടക്കപ്പെട്ട കുഞ്ഞാണ്ട് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.